ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചലനം സൃഷ്ടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ യുവാക്കൾ ഒരു പുതിയ പാർട്ടിക്ക് തുടക്കം കുറിച്ചു. CJP, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി. ഇന്ത്യൻ യുവാക്കൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പണിയില്ലാതെ പാറ്റകളെ പോലെ ഭരണകൂടത്തെ കുറ്റം പറയുക എന്ന് പറയുന്ന ഒരു വലിയ ആരോപണം. ഈ ആരോപണം ഉന്നയിച്ചത് ചീഫ് ജസ്റ്റിസാണ്. ഈ ആരോപണത്തിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ അവർ കത്തിക്കയറി ഒരു പാർട്ടിയായിട്ട് ഇന്ന് രൂപം കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. ആ പാർട്ടിയുടെ വളർച്ചയും ഇനിയുള്ള തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മൾക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പം നമുക്കറിയാം, അതൊരു ജസ്റ്റിസ് ഒരു യങ്സ്റ്റേഴ്സിനെ പറ്റിയിട്ട് നമ്മളെല്ലാം കോക്രോച്ചസ് ആണ്, നമുക്ക് വ്യക്തമായ ലക്ഷ്യബോധമില്ല എന്ന് പറഞ്ഞതിനെ അതെ മടിയന്മാരാണ് എന്ന് പറഞ്ഞതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഉണ്ടാക്കിയ ഒരു മടിയന്മാരാണോ? ഒരിക്കലുമല്ല. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പണ്ടത്തെ ജനറേഷനേക്കാൾ കുറച്ചുകൂടി ഏർലി ലൈഫിൽ സെറ്റിൽ ആവണം എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടുമായിട്ട് നടക്കുന്നവരാണ് ഇന്നത്തെ ആൾക്കാർ. പണ്ടത്തെ ആൾക്കാർ കുറച്ചുകൂടി കോംപ്രമൈസ് ചെയ്യും, നമ്മളതിന് തയ്യാറല്ല. അതാണ് വ്യത്യാസം. എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു? അതിപ്പോ നമ്മള് മടിയന്മാരല്ലല്ലോ, അപ്പൊ പിന്നെ ഞങ്ങൾ മടിയന്മാരാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തമായ ആദർശങ്ങൾ കാണിക്കാനുള്ള ഒരു പാർട്ടിയായിട്ട് തോന്നി, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യും. ഞാനൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. ആർക്കും തകിടം മറിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനമുണ്ട്. അപ്പൊ അതിനൊരു വെല്ലുവിളിയായിട്ട് വരും. തീർച്ചയായിട്ടും ഇപ്പം ഭരണ സംവിധാനം വലിയ അട്ടിമറിക്കാൻ പറ്റൂല എന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ജനാധിപത്യത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ പുതിയ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാം. മേ ബി അങ്ങനെ ഒരുപാട് പേരുള്ളത് കൊണ്ട് അവരൊന്നിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത്, ചിലപ്പോൾ നല്ല മൂവ്മെന്റോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. വിജയ് തമിഴ്നാട്ടിൽ വിജയിച്ചല്ലോ, അപ്പൊ അങ്ങനെ ഒരു വലിയൊരു മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടാണ് പുതിയൊരു അയാൾ ഒരു രാഷ്ട്രീയ പാർട്ടി. അദ്ദേഹത്തിനൊരു പബ്ലിക് ഫിഗറിലോണ്ടുള്ള ഒരു ഇതല്ലേ വരുന്നത്, അല്ലാതെ ഇതുകൊണ്ടല്ലല്ലോ. അതേപോലെ CJP അങ്ങനെ ആകാനുള്ള സാധ്യത ഉണ്ടോ? നല്ല മൂവ്മെന്റുകൾ വല്ലോ, അല്ലെ അൺഎംപ്ലോയ്മെന്റ് കുറയുക, അങ്ങനെയുള്ള വല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും. എപ്പോഴും പഴയ തലമുറപ്പെട്ട ആളുകളാണല്ലോ വരുന്നത്. പുതിയ തലമുറയിലുള്ള ആളുകളുടെ കാര്യങ്ങൾ, അവരുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അതൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആ പഴയ ചിന്താഗതിയിൽ നിൽക്കട്ടെ. അതിന്റെ ചെറിയ പ്രയാസമുണ്ട്. ജനങ്ങളെ സേവിക്കലാണല്ലോ രാഷ്ട്രീയം. അപ്പോൾ എല്ലാ തലമുറയും ഒരേപോലെ കണ്ട് ജനങ്ങളെ സേവിക്കുക, അത്രയേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം? പുതിയൊരു വിപ്ലവമാവും, വലിയൊരു മൂവ്മെന്റ് ആയിട്ട് മാറും. നല്ലൊരിതാണ്. പ്രത്യേകിച്ച് നോർത്തിലൊക്കെ പമ്പൻ അഴിമതി നല്ല നടക്കണം, പറയാണ്ട് തന്നെ അറിയാം. പിന്നെ അവിടുത്തെ റേപ്പ് കേസിലാ പ്രതിനെയൊക്കെ പിടിച്ചാണ് അവിടെ മന്ത്രിയൊക്കെ ആക്കി. അതുകൂടാണ്ട് ഇപ്പൊ മെയിനായിട്ട് ഈ തൊഴിലില്ലായ്മയും കാര്യങ്ങളും അതിന്റെ ഒരു മൂവ്മെന്റ് ആയിട്ടാണ് ഈ പാർട്ടി തുടങ്ങിയേക്കണം. അതിന്റെ ഒപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇൻജസ്റ്റിസ് ആയിട്ട് നടക്കണ എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരിതാണ്. നേപ്പാളിലൊക്കെ പോലത്തെ ഒരു റെവല്യൂഷൻ ഇവിടെ മറ്റേ പുതിയ ഒരു പാർട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ നിലവിലൊന്നും പറയാറായിട്ടില്ല, വെയിറ്റ് ആൻഡ് സീ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഒരു മൂവ്മെന്റ്? അതെന്താന്ന് അറിയാതെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന്റെ അജണ്ടയും ബാക്കി കാര്യങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം. അവർ മുമ്പോട്ട് വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ അതിനെയൊക്കെ അനുകൂലിക്കുന്നുണ്ട്. വ്യക്തമായിട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് നമ്മൾ മറ്റൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി കൃത്യമായി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. കോക്രോച്ച് പാർട്ടിയെ കുറിച്ചിട്ട് എന്താണ്? ആം ആദ്മി പാർട്ടി ഉണ്ടായില്ലേ, അതെ, അതിനെ വകവരുത്തിയില്ലേ, അതെ, അതുപോലത്തെ ഒരു ഗതികേട് ഇതിനെ വന്ന് ഭവിക്കാൻ പോവാണ്. തീർച്ചയായിട്ടും ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? സംശയമില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും ചേട്ടൻ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം? യൂത്ത് വളരെ ഡിസാറ്റിസ്ഫൈഡ് ആണ്. അവരെ സംരക്ഷിക്കാനൊന്നും ആരുമില്ല. എത്ര 2 ലക്ഷം ഫോളോവേഴ്സാ, അത് 20 ലക്ഷം ഫോളോവേഴ്സാ. അവരെല്ലാരും കുഴിമടിയന്മാരാണ്. ജീവിതത്തെ മട്ടത്തിലല്ലേ ഇപ്പൊ അങ്ങനെ വരുന്നത് മൂലം ചിലപ്പോൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വേണമെങ്കിൽ കൂടായിരിക്കും ഇന്ത്യയിലുള്ളത്. ഇപ്പൊ കാരണം ഇന്ത്യയിൽ ഇപ്പൊ യൂത്ത്സ് ഇല്ലാലോ. എല്ലാവരും ഇപ്പൊ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എബ്രോഡ് ജോലിക്ക് വേണ്ടി പോകണല്ലേ, എബ്രോഡ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി എങ്ങനെയും പോകുന്നു. ഇപ്പൊ യൂത്ത്സ് ഇല്ല. ഇപ്പൊ അവര് വരുന്നത് മൂലം ഇപ്പൊ യൂത്ത്സിന്റെ പ്രോബ്ലംസ് എല്ലാവർക്കും ഇപ്പൊ അറിയായിരിക്കും. അപ്പൊ അതുമൂലം ചിലപ്പോൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുമായിരിക്കും ഇന്ത്യയില്. കോക്രോച്ച് പാർട്ടി അനുകൂലിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കുട്ടികൾക്ക് നല്ല കുട്ടികളുണ്ട്, എങ്കിലും കുറെ കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഒരു ഉത്തരവാദിത്വമില്ലായ്മയുണ്ട്. ജസ്റ്റിസിന്റെ ആ ഒരു കാഴ്ചപ്പാട് ഏകദേശ രൂപം കറക്റ്റാണ്. ഇത്തിരി കൂടെ ഒരു വിഷൻ, പുതിയ ജനറേഷന് ഇത്തിരി കൂടെ ഒരു വിഷൻ വേണം എന്ന് കണ്ടുകൊണ്ടായിരിക്കും ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ടാവുക. പാർട്ടിയൊക്കെ നല്ലതാണ്, പക്ഷെ ആ ഒരു ബേസ് വേണമല്ലോ. അല്ലാതാണ് ഇപ്പം നമ്മളിപ്പോൾ കേജ്രിവാളിൻ്റെ കണ്ടതും ഒരു ബേസ് ഇല്ല. അവർ പെട്ടെന്ന് വന്നു, പെട്ടെന്ന് തന്നെ അലിഞ്ഞു. ആ ഒരു പാറ്റകളുടെ പോലെ തന്നെയായിരിക്കും ചിലപ്പോൾ അവിടെ ഒരു അവസാനവും വരുന്നത്. നല്ല പാർട്ടിയാണ്, നല്ല അഭിപ്രായമുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ജെൻസി പിള്ളേരെ കുറിച്ച് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു പ്രതികരണമായിട്ട് കൂട്ടിക്കും. അങ്ങനെ മാത്രം കണ്ടാൽ മതി. രാഷ്ട്രീയമായിട്ട് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ ഈ പാർട്ടി? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സീരിയസ് ആയിട്ട് ഒരാളെ എടുത്ത് മുന്നോട്ട് നിങ്ങൾക്ക് ശരിക്കും പറയാം രാഷ്ട്രീയം അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് പഴയ ആൾക്കാർ. അതിനോട് ഞങ്ങൾക്ക് എതിർക്കണമെന്നുണ്ട്. വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട്. എന്താണ് അഭിപ്രായം?
അഭിപ്രായം എന്ന് പറയുമ്പോ അതിന് ഞാൻ ഒരു മീമായിട്ട് മാത്രമാണ് കാണുന്നത്. സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സപ്പോർട്ടല്ല, ജസ്റ്റ് ഒരു മീമായിട്ടാണ് കാണുന്നത്, വേറെ ഒന്നും അതിൽ കൂടുതലില്ല. സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല. സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയാനുള്ള കാര്യം? സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിപ്പോ പുതിയതായിട്ട് തുടങ്ങിയല്ലോ, അപ്പം അതിൻ്റെതായ ഒരു കുറച്ച് ബേസ് ഇല്ല. ബേസ് ഇല്ല എന്നുള്ളതാണ്. പെട്ടെന്ന് വന്നതല്ലേ. അതെ, അപ്പം പുതിയ ജനറേഷനിൽ പല ആൾക്കാരെ പ്രതികരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെ പാർട്ടി വരുന്നത്? ഇല്ല, ഞാൻ നോട്ടലാണ്. നോട്ടല്ലാണ്. കോക്രോച്ച് ജനതാ പാർട്ടി ജനതാ പാർട്ടിയെ കുറിച്ച് എന്താണ്? കുഴപ്പമില്ല, നല്ല കാര്യങ്ങളല്ലേ ചെയ്തു വരുന്നത്. അതെ അല്ലേ? തുടരട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? സപ്പോർട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഒരാളുടെ എല്ലാവരുടെയും തീരുമാനം ഒരേപോലെ ആണ്. ഓക്കെ, ഓരോ ആൾക്കാർക്കും പറയാനുള്ള വ്യത്യസ്തമായ നിലപാടിലുള്ള കാര്യങ്ങളുണ്ടാവും. ഓക്കെ. ഇപ്പം അവരെ സംബന്ധിച്ച് പറയുന്ന കേസുകൾ ജെന്യൂൻ ആണ്. നോർമലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നോർമലായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർ ചിന്തിക്കുമ്പോൾ ജെന്യൂൻ ആണ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യത്തിലാണ് അടുത്തത്. ഇപ്പൊ രാജ്യത്തിന് ഭീഷണിയാണ് 90% ആൾക്കാർ പാകിസ്ഥാൻകാരാന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം നടക്കുന്നത്. ഈ ജെൻസി പിള്ളേർക്ക് ഈ ബുദ്ധിയില്ല, ഇല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയത്തെ കുറിച്ചൊരു ബോധമില്ല എന്ന് പറയുന്നൊരു അത് അങ്ങനെ ഒരു കൺസെപ്റ്റിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്ത പുതിയ കാര്യങ്ങൾ അത് ജെൻസി പിള്ളേരെ കൊണ്ടല്ലേ സാധിക്കുന്നത്. ഇപ്പം ഒരു പരീക്ഷണമാണെങ്കിലും അല്ലെങ്കിൽ പുതിയ റിസർച്ചുകളാണെങ്കിലും എല്ലാം ഇനി ഇവരെ ആശ്രയിച്ചല്ലേ മുന്നോട്ട് പോകുന്നത്. അപ്പം ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ബുദ്ധി കുറവാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്ന മേഖലയും അവർ ചിന്തിക്കുന്ന മേഖലയും വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഈ ജെൻസി കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ രാഷ്ട്രീയ ബോധം ഇല്ലാത്ത ആൾക്കാരാണെന്ന് പറയുന്ന ഒരു മെജോറിറ്റി അങ്ങനെയാണ്. പക്ഷെ നോളജ് വേണം, ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യ ഇങ്ങനെ തന്നെ ഇരിക്കും. നോളജ് ഉണ്ട്, പക്ഷെ കറക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സപ്പോർട്ട് ചെയ്യേണ്ട വെച്ചാൽ സപ്പോർട്ടായിട്ടൊന്നും ചെയ്യണമെന്നില്ല. ന്യൂട്രൽ ഗവൺമെന്റ് അതിനെ ഒപ്പോസ് ചെയ്ത് നിൽക്കുമ്പോൾ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല. ഐഡിയാസ് ഒക്കെ നല്ലതാണ്, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ല. നമ്മുടെ യങ് ജനറേഷന് ഒരു വോയിസ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇത് വന്നിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ വരണമെന്ന് തന്നെയാണ്. ഇല്ല, അവർക്ക് അവരുടേതായ റിക്വയർമെന്റ്സ് ഉണ്ട്. അത് ഈ കറന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് അത് മീറ്റ് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ കൊണ്ടാണല്ലോ അവർ വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ വരണമെന്നാണ്. അതാണല്ലോ ഡെമോക്രസി.